പകുതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളിലേക്കാണ്. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി ഓരോ ദിവസവും കൂടി വരികയാണ്. ഓരോ മിനിറ്റിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള പുതിയ വിവരങ്ങൾ വരുന്നു. കണ്ണൂരിൽ മാത്രം പരാതികൾ 2800 കവിഞ്ഞു എന്നതാണ് ഏറ്റവും പുതിയ കാര്യം. ഇതിനിടയിൽ മുഖ്യപ്രതി അനന്തു കൃഷ്ണന്റെ പണമിടപാട് വ്യക്തമാക്കുന്ന 2 ഡയറികൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ന് അനന്തു കൃഷ്ണനെ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തും. വയനാട്ടിലും പരാതികൾ കൂടി വരുന്നുണ്ട്. വിവിധ സ്റ്റേഷനുകളിലായി ലഭിച്ച 366 പരാതികളിൽ 19 കേസുകൾ രജിസ്റ്റർ ചെയ്തു. തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ തട്ടിപ്പിനിരയായത് പുതുതായി 75 പരാതികൾ. കേസെടുത്ത് ആര്യനാട് പോലീസ്. ഗവൺമെന്റിന്റെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് അക്ഷയ സെന്ററിൽ കൊണ്ടുപോയി പൈസ കൊടുത്തത്. അല്ലാതെ നമ്മളൊരു ഓൺലൈൻ സ്ഥാപനമാണെങ്കിൽ നമ്മൾ ഇതുപോലെ പൈസ കൊടുത്ത് ആരും വഞ്ചിതരാവില്ല. ഇപ്പൊ ഗവൺമെന്റിന്റെ സ്ഥാപനമാണ്. പിന്നെ സ്കൂട്ടർ പലർക്കും കിട്ടിയിട്ടുണ്ട്, പലരും പറയുന്നുണ്ട്. സ്കൂട്ടർ ഞങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്തു. അതുകൊണ്ടാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഈ ഗവൺമെന്റ് ഒന്ന് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് അനുമതി കൊടുക്കരുതെന്നാണ് ഞാൻ പറയുന്നത്. വനിതകളെ വികസിപ്പിക്കണം എന്നൊക്കെ പറയുന്നത് ഗവൺമെന്റ് തന്നെ ഇതൊന്നും അറിയാതെ ഇരിക്കരുതെന്നാണ് എനിക്ക്. ഞാനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞറിഞ്ഞു ഇങ്ങനെ ഒരു സ്കൂട്ടി കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ പകുതി വിലക്ക് 1,20,000 അതിന്റെ പകുതി വില എന്ന് വെച്ചാൽ 60,000. അപ്പൊ നമ്മൾ എന്തായാലും ഓർക്കൂല അക്ഷയ വഴി ആകുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടും. അങ്ങനെയാണ് അക്ഷയ വഴി നമുക്ക് തട്ടിപ്പ് ഒരിക്കലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. എല്ലാം ഇപ്പൊ അക്ഷയ വഴിയല്ലേ നടക്കുന്നത്. നമുക്ക് അറിയുന്നില്ലല്ലോ അക്ഷയ വഴി ഇങ്ങനെ തട്ടിപ്പ് നടക്കുന്നുണ്ട്. ഇയാളും പറഞ്ഞത് എന്താണ്, സോണി എന്ന വ്യക്തി പറഞ്ഞതും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് ഇന്നതിലോ ഇത് കിട്ടും. മുദ്ര പേപ്പറിൽ വരെ സൈൻ ചെയ്തിട്ട് അതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇതാക്കുന്നത്. നമുക്ക് അറിയുന്നില്ലല്ലോ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കുന്നത്. കണ്ണൂരിൽ നിന്ന് നിഖിൽ അളവൂർ, കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി, തിരുവനന്തപുരത്ത് നിന്ന് അർജുൻ രാജ, വയനാട്ടിൽ നിന്ന് ആഷിഖ് റഹ്മാൻ ഒക്കെ ചേരുന്നുണ്ട് നമുക്കൊപ്പം ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആദ്യം കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണിയിലേക്ക് പോവുകയാണ്. സഹിൻ, ഈ അനന്തു കൃഷ്ണന്റെ തട്ടിപ്പിന്റെ സ്വഭാവം, ആ തട്ടിപ്പിന്റെ വ്യാപ്തിയൊക്കെ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. ഇനി അറിയേണ്ടത് ഈ വന്ന കാശ് ആരിലേക്കൊക്കെ പോയി, എങ്ങോട്ടാണ് ഈ കാശ് പോയത് എന്ന കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത്. ഇന്നലെ ഇയാളുടെ ഒരു ഡയറി കണ്ടെത്തിയെന്ന് പറയുന്നു. ഈ ഡയറിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ലീഡിലേക്ക് അന്വേഷണ സംഘം എത്തുന്നുണ്ടോ? ഇന്നും തെളിവെടുപ്പുണ്ട്. എന്താണ് ഇന്നത്തെ തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ? ഈ കേസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അന്വേഷണ സംഘം ഏതൊക്കെ തലത്തിലുള്ള നിഗമനങ്ങളിലേക്കാണ് എത്തിച്ചേർന്നിരിക്കുന്നത്? സേതു സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി പണം എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന് മനസ്സിലാകേണ്ടത്. എന്തായാലും പണം വാങ്ങി, അതും 800 കോടിയിലധികം രൂപ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുത തന്നെയാണ്. വലിയ തട്ടിപ്പ് തന്നെയാണ് നടന്നിരിക്കുന്നത്. പക്ഷേ ഈ പണം ആരെല്ലാം കൊണ്ടുപോയി എന്നുള്ളത് സംബന്ധിച്ച് ഒരു തെളിവും പോലീസിന് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ഏതാനും ചില രാഷ്ട്രീയ നേതാക്കളുടെ പേരുകൾ മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒന്ന് എൻ രാധാകൃഷ്ണനാണ്, മറ്റൊന്ന് ലാലി വിൻസെന്റാണ്. കൂടാതെ ഈ അനന്ത്കുമാർ അടക്കമുള്ള ആളുകളുടെ പേരുകളെ പുറത്തു വന്നിട്ടുള്ളൂ. ഇനിയും പുറത്തു വരാൻ നിരവധി പേരുകളുണ്ട്. തിരുവനന്തപുരം പ്രസ് ക്ലബ് അടക്കമുള്ള ആളുകളൊക്കെ ആരോപണ വിധേയരാണ്. ആ കാര്യങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴാണ് ഈ പണം, ശേഷിക്കുന്ന പണം എങ്ങോട്ടേക്ക് കൊണ്ടുപോയി എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. 90,000 വീടുകൾക്ക് അല്ലെങ്കിൽ 90,000 സ്ത്രീകൾക്കാണ് ഗൃഹോപകരണങ്ങൾ മാത്രം വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇയാൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. ഒപ്പം തന്നെ 40,000-ഓളം ഇരുചക്ര വാഹനങ്ങൾ വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയിരുന്നു. അപ്പോൾ ഈ പണമെല്ലാം എന്തു ചെയ്തു എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുകയാണ്. അനന്തുവിൻ്റെ ഈ സ്വത്തുവകകൾ കണ്ടെത്തിയാൽ തന്നെ അത് 2-3 കോടിയിൽ താഴെ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ശേഷിക്കുന്ന പണം എന്താണ് ചെയ്തിട്ടുള്ളത്? 800 കോടിയോളം രൂപയാണ് ഇനി കണ്ടെത്താനുള്ളത്. അതുകൊണ്ട് തന്നെ അനന്തുവിനെ കൊണ്ടുപോയി ഓരോ ഇടങ്ങളിലെത്തിച്ച തെളിവെടുപ്പ് ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ തൊടുപുഴയിലായിരുന്നു തെളിവെടുപ്പ് നടത്തിയത്. ഇന്ന് കൊച്ചിയിൽ ആകമാനം തെളിവെടുപ്പ് നടത്തും. ഇയാൾക്ക് 2-3 ഓഫീസുകളുണ്ട്. കടവന്ത്രയിലും വൈറ്റ്ലയിലും എല്ലാം ഓഫീസുകളുണ്ട്. മാത്രമല്ല ഇയാൾ താമസിച്ചിരുന്ന ഫ്ളാറ്റുണ്ട്. അവിടെയെല്ലാം എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. അതിനുവേണ്ട നടപടികളുമായി പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ തന്നെ സേതു സൂചിപ്പിച്ച മറ്റൊരു പ്രസക്തമായ കാര്യമെന്ന് പറയുന്നത്, ഇയാൾ ഈ തട്ടിപ്പ് നടത്തിയപ്പോൾ CSR ഫണ്ട് അടക്കമുള്ള കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരുന്നു ഒരു തട്ടിപ്പ് നടത്തിയത്. അപ്പോൾ ഈ തട്ടിയെടുത്ത പണം അത് രാഷ്ട്രീയ നേതാക്കളിലേക്കും ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകരിലേക്ക് അടക്കം പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഈ പണം എങ്ങനെയാണ് ഇയാളിലേക്ക് കൂടുതലായി എത്തിയത് എന്നുള്ളത് സംബന്ധിച്ച് പോലീസ് പരിശോധന നടത്തിയപ്പോൾ ആനന്ദ് കുമാർ വഴിയാണ് ആളുകളെ ഇയാൾ പരിചയപ്പെടുന്നതും അതുവഴി ഈ പണം ആളുകളിൽ നിന്ന് വാങ്ങുവാൻ കഴിഞ്ഞത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനന്തു കൃഷ്ണനെതിരെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക കേസുകളിലും ആനന്ദ് കുമാറിനെ സായി ട്രസ്റ്റിൻ്റെ ചെയർമാനായിട്ടുള്ള ആനന്ദ് കുമാറിനെ കൂടി
പ്രതിയേർക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും 2-3 ദിവസത്തിനുള്ളിൽ അദ്ദേഹത്തെയും കൂടി പോലീസ് ഒട്ടുമിക്ക കേസുകളിലും പ്രതിയേർക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. കാരണം ഈ തട്ടിപ്പിന് വിധേയരായിട്ടുള്ള ആളുകളെല്ലാം പറയുന്നത് ആനന്ദ്കുമാറാണ് തങ്ങളെ ഈ അനന്തു കൃഷ്ണനെ പരിചയപ്പെടുത്തിയതെന്ന് പറയുന്നു. 2 കോടി രൂപ ഇയാൾ വാങ്ങിയെന്ന് പറയുന്നു. അതെല്ലാം പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇയാളുടെ വസ്തുക്കൾ അത് ക്രയവിക്രയം നടത്താതിരിക്കാൻ വേണ്ടി പോലീസ് ഇത് കണ്ടെത്താനും അതിൽ സ്റ്റേ വരുത്താനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഈ പണം പിരിക്കുന്നതിന് വേണ്ടി ഇയാൾ ഏതാനും ജീവനക്കാരെല്ലാം വെച്ചിരുന്നു. ആ ജീവനക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. അവർക്ക് താമസിക്കുന്നതിന് വീടും ഒപ്പം തന്നെ ഭക്ഷണവും എല്ലാം ഇയാൾ സൗജന്യമായി നൽകിയിരുന്നു എന്നുള്ളതാണ്. ഇക്കാര്യം സംബന്ധിച്ച് പോലീസ് വിശദമായി തന്നെ പരിശോധന നടത്തുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇയാളെ കൊച്ചിയിലെത്തിച്ച് പോലീസ് വിശദമായി തന്നെ വിവരങ്ങൾ ശേഖരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചില ദൃശ്യങ്ങൾ നമ്മൾ തന്നെ പുറത്തുവിട്ടതാണ്. ഇയാൾ ഫയലുകൾ അടക്കമുള്ളവ മാറ്റുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഫയലുകളൊക്കെ എങ്ങോട്ടാണ് മാറ്റിയിരിക്കുന്നത് എന്നത് സംബന്ധിച്ചും പോലീസിന് മനസ്സിലാക്കേണ്ടതുണ്ട്. സേതു. ശരി സഹിൻ, ഇന്ന് അനന്തു കൃഷ്ണനെ ഈ കൊച്ചിയിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. ഈ തെളിവെടുപ്പൊക്കെ ഏറെ നിർണായകമാണ്. കാരണം ഈ പണം ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ കണ്ടെത്തുക, ഇയാൾ ആരിലേക്കൊക്കെ പണം കൊടുത്തു, ഈ കാര്യങ്ങളിലൊക്കെയാണ് ഇനിയൊരു വ്യക്തത വരേണ്ടതും. കണ്ണൂരിൽ നിന്ന് നിഖിൽ കൂടിയുണ്ട് നമുക്കിപ്പം. നിഖിൽ, ഈ കണ്ണൂരിനെ സംബന്ധിച്ച് സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ച് അതുവഴി വലിയ സാമ്പത്തിക തട്ടിപ്പാണ് അനന്തു നടത്തിയിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ കണ്ണൂരിൽ നിന്ന് പുതിയ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ട്? ഇപ്പോൾ എത്ര പരാതികളായി അന്വേഷണ സംഘത്തിന് മുന്നിൽ എത്തിയിരിക്കുന്നത്? അതിലെ നടപടികൾ എങ്ങനെ പോകുന്നു? ഒപ്പം തന്നെ ഈ BJP നേതാക്കൾ, അതായത് AN രാധാകൃഷ്ണൻ അടക്കം പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. AN രാധാകൃഷ്ണനെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഈ ഒക്കെ സാഹചര്യത്തിൽ BJP നേതൃത്വം ഇപ്പോൾ ED അന്വേഷണം കൂടി ആവശ്യപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് കണ്ണൂരിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ സംഘത്തിന്റെ നടപടികൾ? തീർച്ചയായും സേതുലക്ഷ്മി, കണ്ണൂരിൽ ഇതുവരെ 2800 പരാതികളാണ് ഈ CSR തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 3 സ്റ്റേഷനുകളിലായാണ് പകുതിയോളം പരാതികളും എന്നുള്ളത് ശ്രദ്ധേയമാണ്. മയ്യിൽ സ്റ്റേഷനിലാണ് ഏറ്റവും കൂടുതൽ പരാതി നിലവിൽ ലഭിച്ചിരിക്കുന്നത്. 644 പരാതികളാണ് ഇത്തരത്തിൽ ഇരുചക്ര വാഹനം പകുതി വിലയ്ക്ക് നൽകാമെന്നും ഗൃഹോപകരണങ്ങൾ പകുതി വിലയ്ക്ക് നൽകാമെന്നും ലാപ്ടോപ്പുകൾ പകുതി വിലയ്ക്ക് നൽകാമെന്നും ഉൾപ്പെടെയുള്ള വാഗ്ദാനം നൽകി തട്ടിപ്പ് നടത്തിയെന്നത് കാണിച്ച് ലഭിച്ചിരിക്കുന്നത്. കണ്ണൂർ ടൗൺ സ്റ്റേഷനിൽ 487 പരാതികൾ ഇത്തരത്തിൽ ലഭിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠാപുരം പോലീസ് സ്റ്റേഷനിൽ നിലവിൽ 220 പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. അതിനൊപ്പം വളപട്ടണം പോലീസ് സ്റ്റേഷനിലും വ്യാപകമായ രീതിയിൽ പരാതികൾ വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ പോലീസ് വ്യത്യസ്തമായൊരു രീതിയിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 3 FIRകൾ മാത്രമാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ പരാതിക്കാരായ ആളുകൾക്ക് ആ പരാതികളിൽ ഈ 3 പരാതികളിലായി കക്ഷി ചേരാം എന്ന ഒരു നിലപാടാണ് വളപട്ടണം പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പോലീസ് ഏതായാലും അവരുടെ നിലയ്ക്കുള്ള അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ദിനംപ്രതി പരാതികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെറും 3-4 ദിവസങ്ങൾക്കിടെ 644 FIRകൾ രജിസ്റ്റർ ചെയ്യേണ്ടി വരിക, അതിൽ അന്വേഷണം നടത്തുക തുടങ്ങിയ പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ പോലീസും നേരിടുന്നുണ്ട്. പക്ഷേ ഇതിനൊരു ഏകീകൃതമായ രൂപം ഈ അന്വേഷണത്തിന് വരുത്താനുള്ള ശ്രമമൊക്കെ നടക്കുന്നുണ്ടെങ്കിലും നിലവിൽ അങ്ങനെയൊന്നും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ പരാതിക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഈ ചില അതൃപ്തികൾ ഈ പോലീസിൻ്റെ നടപടികളുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നതുകൂടിയാണ്. അത്തരത്തിൽ ഈ വളപട്ടണം പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായി എത്തിയ ആളുകൾ അവർ ഇപ്പോഴും ഓരോരാളുടെയും പരാതിയിൽ കേസെടുക്കണം എന്നൊരു നിലപാടിൽ തന്നെ നിൽക്കുകയാണ്. അവർ ജില്ലാ കലക്ടറെയും ജില്ലാ പോലീസ് മേധാവിയെയും ഒക്കെ കാണുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോഴും അതിന് പരിഹാരമാകാത്ത സാഹചര്യത്തിൽ തുടർ പ്രതിഷേധങ്ങളൊക്കെ സംഘടിപ്പിക്കാനുള്ള ഒരു ഒരുക്കം അവർ നടത്തുന്നുമുണ്ട്. ഏതായാലും പോലീസ് ഇക്കാര്യത്തിൽ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇതിൽ മറ്റൊരു കാര്യം ഏറ്റവും ശ്രദ്ധേയമായി വരുന്നത് ഈ CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തു കൃഷ്ണനിലേക്ക് എല്ലാ സംശയങ്ങളും നീളുമ്പോഴും ഈ പ്രാദേശികമായി ഇതിനുവേണ്ടി പ്രവർത്തിച്ച സീഡ് സൊസൈറ്റി അവർ പണം കൈപ്പറ്റിയിട്ടുണ്ട് ആളുകളിൽ നിന്ന് എന്നുള്ളത് കൂടി വ്യക്തമാകുന്നുണ്ട്. കാരണം ഈ സീഡിൻ്റെ തന്നെ പരസ്യങ്ങളിൽ കൃത്യമായി പറയുന്നത് ഈ തയ്യൽ മെഷീനുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഓരോ തരം തയ്യൽ മെഷീനും നിശ്ചിത ഫീസ് വെച്ച് ഫെസിലിറ്റേറ്റിംഗ് ചാർജ് എന്ന പേരിൽ ഈ സീഡ് സൊസൈറ്റിയും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. 100 രൂപ മുതൽ 2000 രൂപ വരെ ഇത്തരത്തിൽ ഓരോ ആളുകളിൽ നിന്നും സീഡ് സൊസൈറ്റി കൈപ്പറ്റിയിട്ടുണ്ട്. അതൊന്നും തന്നെ ഈ അനന്തു കൃഷ്ണനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഒരു അക്കൗണ്ടിലേക്കല്ല പോയിരിക്കുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ പ്രാദേശികമായി ഇതിൻ്റെ കോർഡിനേഷൻ
കോർഡിനേറ്റർമാർ ഉൾപ്പെടെയുള്ള ആളുകളും പണം കൈപ്പറ്റിയിട്ടുണ്ട്. അവരുടെ കയ്യിലും ഈ പണമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇത്രയധികം ആളുകൾ പരാതിയുമായി വരുമ്പോൾ സ്വാഭാവികമായും ഒരാളിൽ നിന്ന് വാങ്ങുന്ന തുക താരതമ്യേന ചെറുതെന്ന് തോന്നാമെങ്കിൽ പോലും പക്ഷേ വലിയ തുക ഇത്തരത്തിൽ പ്രാദേശികമായി ഇത്തരം ആളുകളുടെ കയ്യിലും എത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച് കൂടി ഉള്ള പരാതികളാണ് ഉയർന്നു വരുന്നത്. കാരണം അത്തരത്തിൽ ഈ കോർഡിനേറ്റർമാർക്കും പ്രൊമോട്ടർമാർക്കുമെതിരെ കൂടി നടപടി വേണം എന്നതാണ് പരാതിക്കാരുടെ ആവശ്യമായി ഇപ്പോൾ ഉയർന്നു വരുന്നത്. ശരി നിഖിൽ, ഇനി ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരാതികൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് മറ്റൊരു ഇടം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. അർജുൻ ഉണ്ട് നമുക്കൊപ്പം. അർജുൻ, ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത് കാട്ടാക്കടയിൽ തട്ടിപ്പിനിരയായി എന്ന് പറഞ്ഞ് 75 പുതിയ പരാതികൾ വന്നിട്ടുണ്ട്. ഇതിൽ ആര്യനാട് പോലീസ് കേസെടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. തിരുവനന്തപുരത്തെ ഈ പരാതികളുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടികൾ എങ്ങനെയാണ്? ഈ പുതിയ പരാതികൾ, അതായത് ഇപ്പോൾ കാട്ടാക്കടയിൽ നിന്നും വന്നിരിക്കുന്ന 75 പരാതികൾ, ഈ പരാതികളിൽ പറഞ്ഞിരിക്കുന്നതും സമാനമായ ആരോപണങ്ങളാണോ? സേതു, തീർച്ചയായും സംസ്ഥാനത്ത് ഒന്നാകെ റിപ്പോർട്ട് ചെയ്യുന്ന ഈ പരാതികളിലൊക്കെ ഒരു സമാന സ്വഭാവമുണ്ട്. അത് ഈ സ്കൂട്ടറിൻ്റെ പേരിൽ തന്നെയാണ്. ഒരു 60,000 തൊട്ട് 65,000 രൂപ വരെ ഓരോ ആളുകളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടാണ് പകുതി വിലയ്ക്ക് ഈ സ്കൂട്ടർ നൽകാമെന്ന് പറഞ്ഞ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത്. മലയോര മേഖലകളിലും ഈ രീതിയിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പ് ഈ പ്രതി നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഇന്നലെയാണ് ഏകദേശം 1000-നടുത്ത് പേർ തട്ടിപ്പിനിരയായി എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ സന്നദ്ധ സംഘടനകൾ ഒരു പത്രസമ്മേളനം നടത്തിയത്. അവർ പറയുന്നത് ഏകദേശം 6 കോടി രൂപയുടെ നഷ്ടം തട്ടിപ്പ് അവർക്ക് മാത്രം നേരിടേണ്ടി വന്നു. അതായത് അവരെ ഇടനിലക്കാരാക്കി ആളുകളിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങി അനന്തകൃഷ്ണന് കൊടുത്തു. അങ്ങനെ 1000-നടുത്ത് പേരാണ് തട്ടിപ്പിന് ഇരയായതായി ഈ 7 സന്നദ്ധ സംഘടനകൾ പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് 1000-ന് മുകളിലേക്ക് പരാതികൾ പോകുന്നുവെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരമായി പറയേണ്ടത്. കാട്ടാക്കടയിൽ മാത്രം, കാട്ടാക്കട എന്ന് പറയുന്നത് കുറെ കൂടി മലയോര മേഖലയിൽ ഏറ്റവും സാധാരണക്കാരായിട്ടുള്ളൊക്കെ ആളുകൾ താമസിക്കുന്ന ഇടമാണ്. അവിടെ പോലും ഈ രീതിയിലുള്ള തട്ടിപ്പ് പ്രതി നടത്തിയിട്ടുണ്ട്. ഈ നേരത്തെ പറഞ്ഞ പോലെ സീഡ് സൊസൈറ്റി ഉൾപ്പെടെ ആ രീതിയിൽ രൂപീകരിച്ചുകൊണ്ടുള്ള തട്ടിപ്പാണ് മലയോര മേഖലയിലും നടത്തിയിട്ടുള്ളത്. നിലവിൽ 75ഓളം പേരാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതി നൽകിയിട്ടുള്ളത്. അതിൽ ആര്യങ്കോട് പോലീസും ആര്യനാട് പോലീസും ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അനന്തകൃഷ്ണൻ 1-ാം പ്രതിയായിട്ടാണ് കേസെടുത്തിട്ടുള്ളത്. തിരുവനന്തപുരത്ത് രജിസ്റ്റർ ചെയ്യുന്ന ആദ്യത്തെ കേസുകളാണ് ഇത്. വരും ദിവസങ്ങളിലും കൂടുതൽ പരാതികൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. തിരുവനന്തപുരം കാട്ടാക്കട മേഖലയിൽ ജനസേവ സമിതി എന്ന ട്രസ്റ്റ് വഴിയാണ് ആളുകൾ പണം നൽകിയത്. 62,000 രൂപ വരെ നൽകിയെന്നാണ് വിവിധ സ്റ്റേഷനുകളിൽ നൽകിയിട്ടുള്ള പരാതികളിൽ ഇപ്പോൾ പറയുന്നത്. എന്ന് മാത്രമല്ല, ഇത് നിലവിൽ നൽകിയിട്ടുള്ള പരാതികളാണ്. അതിനപ്പുറത്തേക്ക് വലിയ തോതിൽ തട്ടിപ്പ് ഈ മലയോര മേഖലയിൽ നടന്നിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിളപ്പിൽശാല, നെയ്യാർ ഡാം, മാറനല്ലൂർ സ്റ്റേഷനിലൊക്കെ നിരവധി കേസുകൾ ഇത് സംബന്ധിച്ച് വൈകാതെ തന്നെ റിപ്പോർട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അവിടെയും നിരവധി ആളുകൾ ഈ രീതിയിൽ തട്ടിപ്പിന് ഇരയായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ ഈ കണ്ണൂരിലൊക്കെ റിപ്പോർട്ട് ചെയ്ത പോലെ തന്നെ ഒരു 2000-നൊക്കെ മുകളിലേക്ക് ആളുകൾ പറ്റിക്കപ്പെട്ട ഒരു കേസുകളായി തിരുവനന്തപുരത്തും മാറും. നിലവിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള പരാതികൾ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ച് കുറച്ച് കേസുകൾ മാത്രമാണ് നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇത് മൊത്തം ഈ മേഖലകളിലെ കേസുകൾ സംബന്ധിച്ച് റൂറൽ SP-യുടെ മേൽനോട്ടത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് കേസ് നടത്താനുള്ള സാധ്യത കൂടി മുന്നിലുണ്ട്. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലും വ്യാപകമായി തട്ടിപ്പ് നടന്നുവെന്നതിന്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശരി അർജുൻ, തിരുവനന്തപുരത്തും ഈ അനന്തകൃഷ്ണനെതിരെ വ്യാപകമായ പരാതികൾ ഉയർന്നു വരുന്ന സാഹചര്യമാണ്. ഇനി നേരെ പോകുന്നത് വയനാട്ടിലേക്കാണ്. ആഷിഖ് ഉണ്ട് നമുക്കൊപ്പം. ആഷിഖ്, ഈ വയനാടിനെ സംബന്ധിച്ച് ദുരന്തബാധിതരെ പോലും ഇയാൾ കബളിപ്പിച്ചു എന്ന് പറയുന്നത് ഞെട്ടലോടെയാണ് നമ്മൾ കേട്ടത്. കാരണം എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. ആ മനുഷ്യരെ പോലും ഈ തട്ടിപ്പിനിരയാക്കി എന്ന് പറയുന്ന കാര്യം. ഇപ്പോൾ ഈ വയനാട്ടിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന പരാതികൾ, ആ പരാതികളുടെ എണ്ണം 2000 കവിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിലിപ്പോൾ എത്ര കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, ഒപ്പം തന്നെ ഈ അക്ഷയ കേന്ദ്രങ്ങളുടെ പങ്കടക്കം അന്വേഷണ പരിധിയിൽ വരുന്നു എന്ന് കേൾക്കുന്നു. അപ്പോൾ പോലീസിന്റെ മുമ്പോട്ടുള്ള നീക്കം എങ്ങനെയാണ്? നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് വയനാട് ജില്ലയിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ്?
സേതു, വയനാട് ജില്ലയിൽ വിവിധ സ്റ്റേഷനുകളിലായി 366 പരാതികളിൽ 19 കേസുകളാണ് എടുത്തിട്ടുള്ളത്. ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി, കമ്പളക്കാട് അടക്കം പ്രധാന പരാതികൾ വന്നത്. ഇതിൽ ബത്തേരിയിൽ 120 പരാതികൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ വ്യാപകമായി പരാതി ഉയർന്നതിന്റെ അടിസ്ഥാനത്തിൽ നിലവിൽ പോലീസ് ഈ കേസുകളെല്ലാം വീണ്ടും എടുക്കുകയാണ്. കാരണം ഈ ഓരോ ദിവസവും കേസുകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ, പരാതികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പൂർണ്ണമായ ഒരു പ്രാഥമിക അന്വേഷണം നടത്തിയ ശേഷം പ്രത്യേക അന്വേഷണ സാഹചര്യമുണ്ട് ഈ കേസ് അന്വേഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം പോലീസിൽ സമയത്ത് ഓരോ ദിവസവും പരാതികൾ വരുന്നു. അതുകൊണ്ട് ഈ പരാതികൾ കൂടുതലായി എത്തിയ ശേഷം ഈ ഒരു കേസ് എടുക്കാമെന്നാണ് പോലീസ് നിലവിൽ അറിയിക്കുന്ന ഒരു കാര്യം. പ്രധാന പ്രശ്നം ഈ വയനാട്ടിൽ തട്ടിപ്പിലെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഈ അക്ഷയ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചാണ്. കാരണം ഈ അക്ഷയ കേന്ദ്രങ്ങൾ പൊതുവെ സർക്കാർ സംവിധാനങ്ങൾക്കുള്ള സഹായങ്ങൾ, സേവനങ്ങൾ നൽകുന്ന ഒരു സ്ഥാപനമാണ്. അവിടെ കേന്ദ്രീകരിച്ച തട്ടിപ്പ് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ വാട്സപ്പ് ഗ്രൂപ്പുകൾ രൂപീകരിച്ച ശേഷം അതിലൂടെ ഇത്തരത്തിൽ തട്ടിപ്പിന് പലരും ഇരയാക്കി. കാരണം അക്ഷയ കേന്ദ്രത്തിലൂടെ ഒരു പരിപാടി നടക്കുന്ന സമയത്ത് എല്ലാവരും കരുതി കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ് എന്ന നിലയ്ക്കാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ കരുതിയത് കേന്ദ്രത്തിന്റെ പദ്ധതി ആയതുകൊണ്ട് മറ്റു തട്ടിപ്പൊന്നുമല്ല, കേന്ദ്ര സർക്കാരിന്റെ പരിപാടിയാണ്, സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് എന്ന നിലയ്ക്കാണ് പലരും പണം നൽകിയത്. അങ്ങനെ സ്ത്രീകളാണ് 90% ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ 350 രൂപ രജിസ്റ്റർ പൈസ നൽകി ഈ സീഡ് സൊസൈറ്റിയിൽ അംഗത്വം എടുക്കുന്നു. ശേഷം 60,000 രൂപ ഈ സ്കൂട്ടറിന് അടക്കം നൽകുന്നു. ശേഷം 5,000 രൂപ ഒരു ഫെസിലിറ്റേഷൻ ചാർജ് എന്ന നിലയിൽ ഈടാക്കുന്നു. ഇങ്ങനെ ഏകദേശം 65,000 രൂപയാണ് ഓരോ ഗുണഭോക്താക്കളും നൽകിയത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ തട്ടിപ്പ് നടന്ന ഈ തട്ടിപ്പ് പുറത്തെത്തിയതിനു ശേഷം ഈ വയനാട്ടിൽ എല്ലാവരും ചേർന്ന് ഈ ശരി ആഷിഖ്, അങ്ങനെ കേരളം അങ്ങോളം ഇങ്ങോളം അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ നടത്തിയ ഒരു വമ്പൻ തട്ടിപ്പിന്റെ വിവരങ്ങളാണ് ഓരോ ദിവസവും ഓരോ മിനിറ്റിലും ഈ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളം അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ആയിരക്കണക്കിന് പരാതികളാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നതിലെ പോലീസ് നടപടികൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു പുതിയ ഡയറി കൂടി കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഡയറിയിൽ നിന്നുമൊക്കെ നിർണായകമായ വിവരങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. വന്ന പണം എങ്ങോട്ട് പോയി, ആരിലേക്കൊക്കെ എത്തി തുടങ്ങി നിരവധി സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ആ സംശയങ്ങൾക്ക് എത്രയും വേഗം ഒരു ഉത്തരം നൽകാൻ അന്വേഷണ സംഘത്തിന് സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് CSR ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ, പുതിയ പോലീസ് നടപടികളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു ഞങ്ങളുടെ പ്രതിനിധികൾ.